എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. മെയ് മാസ ഫലത്തിൽ ഇന്ന് നമ്മൾ പറയുന്നത് മിഥുനക്കൂറുകാരുടെ മെയ് മാസത്തിൽ വരാൻ സാധ്യതയുള്ള പൊതുവായിട്ടുള്ള ഫലങ്ങളെക്കുറിച്ചാണ്. മിഥുനക്കൂർ എന്ന് പറയുമ്പോൾ മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദങ്ങൾ, തിരുവാതിര, പുണർത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ, ഈ ഗ്രൂപ്പിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽ വരുന്നത്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മെയ് മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലത്തിന് കാരണമായി തീരുന്നതായിരിക്കും. കാരണം സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ചിലവുകളും വന്ന് ഭവിക്കുന്നതായിരിക്കും. വരുമാനത്തിനനുസരിച്ചുള്ള ചിലവുകൾ മെയ് മാസത്തിൽ വന്ന് ഭവിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശിരോരോഗങ്ങൾ, കണ്ണിന് ചില അസുഖങ്ങളൊക്കെ വന്ന് ഭവിക്കാനുള്ള സാധ്യതകളെ കരുതിയിരിക്കേണ്ടതാണ്. എത്ര വിശ്വസ്തരായ ആൾക്കാരുടെ പോലും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നൊരു സ്വഭാവം മെയ് മാസത്തിൽ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. കാരണം മെയ് മാസത്തിൽ ശത്രുപീഡയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണെന്ന കാര്യം ഓർത്തിരിക്കുക. എങ്കിലും കാര്യങ്ങളൊക്കെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുന്നതോടൊപ്പം ചിലവുകളും വന്ന് ഭവിക്കുമെങ്കിലും സാമ്പത്തികമായിട്ട് കടം മേടിക്കേണ്ട അവസ്ഥയിലേക്കൊന്നും പോകേണ്ടി വരില്ല എന്നൊരു ഗുണമുണ്ട്. കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ടൊക്കെ പോകുന്നതായിരിക്കും. കാര്യങ്ങൾ ഭംഗിയായി പോകുന്നതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള ചില പ്രതിസന്ധികളൊക്കെ വന്ന് ഭവിക്കുന്നത്. പല കാര്യങ്ങളിലും വിഘ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു മാസം കൂടിയാണ്. ഈ മാസം ഗ്രഹങ്ങളുടെ ചാരഫലം, ഗോചരഫലം കാരണമാണ് ഇത്തരത്തിലൊക്കെയുള്ള ചില ദോഷാനുഭവങ്ങൾ വന്ന് ഭവിക്കുന്നത്. എന്നിരുന്നാലും അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തു പോയാൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്കൊക്കെ ഉയർന്ന നിലവാരത്തിലുള്ള പഠനത്തിനൊക്കെ സാധ്യമാകുന്നതായിരിക്കും. ഉയർന്ന റിസൾട്ടുകളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധ്യതകളൊക്കെ ഉണ്ട്. എങ്കിലും കാര്യങ്ങളെ നോക്കിയും കണ്ടുമൊക്കെ വേണം മെയ് മാസത്തിൽ പ്രവർത്തിക്കാൻ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുവേ എല്ലാ മേഖലയിലും പെട്ടവർക്ക് ഗുണകരമായ പലവിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും പല കാര്യങ്ങളിലും ഒരു തടസ്സം ആരംഭത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. മെയ് മാസത്തിൻ്റെ അവസാനത്തോടുകൂടി ഈ തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതും ആയിരിക്കും. ആരംഭഘട്ടത്തിൽ കുറേ തടസ്സങ്ങളും പ്രതിസന്ധികളും മാനസികമായ ക്ലേശങ്ങൾക്ക് കാരണമായി തീരുന്ന പല കാര്യങ്ങളും വന്ന് ഭവിക്കാവുന്നതാണെങ്കിലും മെയ് മാസത്തിൻ്റെ അവസാനത്തോടുകൂടി ഇതിനൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നതും ആയിരിക്കും. ഒപ്പം ദൈവാധീനം കൂടി വരുത്തി മുമ്പോട്ട് പോകുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് വൈഷ്ണവപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, ശനീശ്വര മന്ത്രം ജപിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് അധിഷ്ഠിതമായ കർമ്മങ്ങളുമൊക്കെ ചെയ്തു പോയാൽ ദോഷാനുഭവങ്ങൾ കുറഞ്ഞ് കുഴപ്പമില്ലാത്ത ഒരു മാസമായി മെയ് മാസത്തെ മാറ്റിയെടുക്കാൻ കഴിയുന്നതായിരിക്കും. എങ്കിലും പൊതുവെ പറഞ്ഞ ദോഷകാര്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കി അതിനുവേണ്ട പ്രതിവിധികളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. അങ്ങനെയൊക്കെ ചെയ്ത് മെയ് മാസം ഏറ്റവും ഗുണാനുഭവങ്ങളാക്കി തീർക്കുക. അപ്പോൾ എല്ലാ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ നിറഞ്ഞൊരു മാസമായി തീരട്ടെ മെയ് മാസം എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം അടുത്ത വിഷയവുമായി വീണ്ടും കാണും വരെ എവർക്കും നന്ദി, നമസ്കാരം.